ഓണത്തിന് ഇനി 2 മാസം മാത്രം ശേഷിക്കെ കേരളത്തിലേക്കുള്ള മടക്കയാത്രയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ച് ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലെ മലയാളികൾ. എല്ലാ വർഷവും പോലെ ഇത്തവണയും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച നിമിഷങ്ങൾക്കകം തന്നെ കേരളത്തിലേക്കുള്ള പ്രധാന സർവീസുകളിലെ സീറ്റുകൾ തീർന്നതോടെ യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഓഗസ്റ്റ് 26-നാണ് തിരുവോണം ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ ഉത്രാടവും തിരുവോണവും ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായതിനാൽ ഓഗസ്റ്റ് 21-ാം തീയതി വെള്ളിയാഴ്ച മുതൽ തന്നെ ഭൂരിഭാഗം പ്രവാസി മലയാളികളും നാട്ടിലേക്ക് തിരിക്കാനാണ് പദ്ധതിയിടുന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള പ്രധാന ട്രെയിനുകളായ KSR ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്, മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, യശ്വന്ത്പുര കണ്ണൂർ എക്സ്പ്രസ് എന്നിവയിലെ ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിറ്റുതീർന്നു. പല കോച്ചുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 100 കടന്നതോടെ പുതിയ റിസർവേഷൻ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. മംഗളൂരു വഴി സർവീസ് നടത്തുന്ന ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസിൽ മാത്രമാണ് ഇപ്പോഴും ചില വിഭാഗങ്ങളിൽ പരിമിതമായ സീറ്റുകൾ ലഭ്യമായിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിലും ഓണ സീസണിലേക്കുള്ള ബുക്കിംഗ് സജീവമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഓണത്തോടടുക്കുമ്പോൾ നിരക്കുകൾ ഗണ്യമായി ഉയരുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരുവിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളിൽ ഇതിനോടകം തന്നെ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും ഓണ സീസണിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു. AC സ്ലീപ്പർ ബസ്സുകളിലും മറ്റ് പ്രീമിയം സർവീസുകളിലും സീറ്റുകൾ അതിവേഗം നിറയുകയാണ്. നിലവിൽ ചില സ്വകാര്യ ട്രാവൽ ഏജൻസികൾ മാത്രമാണ് മുൻകൂട്ടി ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കേരള, കർണാടക RTC ബസ്സുകളിലെ ഓൺലൈൻ റിസർവേഷൻ ജൂലൈ അവസാന വാരത്തോടെ ആരംഭിക്കുമെന്നാണ് സൂചന. ചെന്നൈയിലെ മലയാളികൾക്കും സമാനമായ അവസ്ഥയാണ്. ഓഗസ്റ്റ് 21-നുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതോടെ തിരുവനന്തപുരം, ഗുരുവായൂർ, ആലപ്പുഴ, മംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി ട്രെയിനുകളിൽ RAC വെയിറ്റിംഗ് ലിസ്റ്റ് നിലയിലേക്ക് ടിക്കറ്റുകൾ മാറി. സ്ലീപ്പർ, തേർഡ് AC, സെക്കൻഡ് AC വിഭാഗങ്ങളിൽ സീറ്റുകൾ അതിവേഗം നിറഞ്ഞതോടെ യാത്രക്കാർ ആശങ്കയിലാണ്. ചെന്നൈ സെൻട്രൽ, എഗ്മൂർ, താമ്പരം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പ്രധാന ട്രെയിനുകളായ തിരുവനന്തപുരം മെയിൽ, തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, അനന്തപുരി എക്സ്പ്രസ്, ആലപ്പി സൂപ്പർഫാസ്റ്റ്, അമൃതഭാരത് എക്സ്പ്രസ് തുടങ്ങിയ സർവീസുകളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ അവസാന നിമിഷം ടിക്കറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യം ഇത്തവണയും ആവർത്തിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഓണാവധി കാലത്ത് കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വൻതോതിൽ ഉയരുന്നതിനാൽ ട്രെയിൻ, വിമാന, ബസ് ടിക്കറ്റുകൾ എത്രയും വേഗം ബുക്ക് ചെയ്യണമെന്നാണ് യാത്രാ വിദഗ്ധരുടെ നിർദ്ദേശം. അവധി ദിവസങ്ങൾ അനുകൂലമായതിനാൽ ഇത്തവണ നാട്ടിലേക്ക് എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതലാകുമെന്നാണ് വിലയിരുത്തൽ. ഓണത്തിന്റെ ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ആഗ്രഹമാണ് ഇപ്പോൾ തന്നെ ഗതാഗത സംവിധാനങ്ങളിൽ വൻ സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിൽ ഓണ സീസണിലെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 21-ന് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് 3900 മുതൽ 4500 രൂപയും, തിരുവനന്തപുരത്തേക്ക് 4500 മുതൽ 6000 രൂപയും, കോഴിക്കോട്ടേക്ക് 3200 മുതൽ 4500 രൂപയും, കണ്ണൂരിലേക്ക് 3600 മുതൽ 5500 രൂപയുമാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്. അതിനാൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. തിരക്കൊഴിവാക്കാൻ ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നത് യാത്രക്കാർക്ക് ഏറെ ഗുണകരമായിരിക്കും. കൂടാതെ ഓണം അടുക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് കൂടാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.